ഒരു മാസം മുൻപേ ഞാനിങ്ങനെ എൻ്റെ ബുക്കിൻ്റെ ലോഞ്ചിനെ പറ്റിയും ഇതെങ്ങനെ സെല് ചെയ്യാമെന്ന് എന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനൊരു സൈറ്റിൽ പോയി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊണ്ടോട്ടി എത്തുന്നതിന് മുന്നേ വലതുവശത്തായിട്ട് സിറസ് കഫേ എന്ന് പറഞ്ഞൊരു ആർട്ട് കഫേ കണ്ടു. ഓക്കെ, നോർമലി കാണുന്നൊരു ആർക്കിടെക്ചർ അല്ല നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റുക. കുറച്ചൊരു ടെൻസൽ റൂഫും നല്ലൊരു ക്വാളിറ്റിയുള്ള ഫേർണിച്ചേഴ്സും ഒരു ആംബിയൻസൊക്കെ ഉള്ള സ്പേസാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ കയറി വന്നു. ഓക്കെ, കയറി വന്നപ്പോൾ ഇതിൻ്റെ മതിലുകളിലെല്ലാം എനിക്ക് കുറച്ച് കവികളുടെ റൈറ്റപ്സ് കണ്ടു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കൊള്ളാലോ. പൊതുവെ കഫേകളിലൊന്നും നമ്മളുടെ നാട്ടിലെ കഫേകളിലൊന്നും കാണാത്തതാണ് ഈ പോയറ്റ്സിൻ്റെ റൈറ്റേഴ്സിൻ്റെ ഒക്കെ എഴുത്തുകൾ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഓണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവരോട് ചോദിച്ചു, ഞാനൊരു ചെറിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഞാനിവിടെ ഒന്ന് ചെറിയൊരു സ്പേസ് അറേഞ്ച് ചെയ്തൊന്ന് ഞാനൊന്ന് ലോഞ്ച് ചെയ്തോട്ടെന്ന്. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ഇങ്ങനത്തെ ഒരു സ്പേസിൽ എന്നെപ്പോലത്തെ ഒരു ചെറിയ റൈറ്റർ ചെറിയൊരു ബുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ, അതും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർ ചെയ്തു തന്നു കേട്ടോ. അപ്പം ഇന്നാണ് ഞാൻ ആ ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ഇത് ചെറിയ ഹൈക്കു കവിതകൾ എന്ന് പോലെ പറയാൻ പറ്റുമെങ്കിൽ ഒരു 4-5 ലൈനുള്ള ചെറിയ ചെറിയ കവിതകളാണ്. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ഒരു 14 വർഷത്തെ എഴുത്തുകളാണ്. പണ്ടൊക്കെ ഫേസ്ബുക്കിൽ ഒരു ഹിഡൻ പേജിൽ ചെറിയ ചെറിയ കവിതകൾ എഴുതിയായിരുന്നു. ഓക്കെ, അത് ഞാനൊരു 10 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കുറച്ചൊരു ആത്മവിശ്വാസം വന്നു. അത് കൊള്ളാലോ. പലരും ഞാൻ കേൾപ്പിക്കുമായിരുന്നു ഈ കവിതകൾ വായിച്ചിട്ടേ. അപ്പോൾ അവർ വിചാരിക്കും അത് കൊള്ളാലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്ത് കൂടാന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ശരിയാണല്ലോ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ഒരു 4 വർഷം മുൻപേ ഞാനിത് ഒരു ബുക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് തുടങ്ങിയത്. പലരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തുടങ്ങി ഒരു 2 വർഷം മുന്നേ എഴുതിയെല്ലാം തീർത്തു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ഇലസ്ട്രേഷൻസും ഈ കവിതകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് വാങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ കവിതകൾക്കും ഞാൻ തന്നെയാണ് ഇലസ്ട്രേഷൻസ് ചെയ്തിട്ടുള്ളത്. പല കളറിലും നിങ്ങൾ വാങ്ങുന്ന ബുക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, എന്നാലും പല കളറുകൾ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു. കാരണം ഞാനും ഒരു മലയാളം ബുക്ക് എഴുത്തുകളും ഇലസ്ട്രേഷൻസും കൂടി കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നിയ എന്തുകൊണ്ട് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ സെല് ചെയ്ത് വിടാമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പബ്ലിഷിംഗ് എക്സ്പീരിയൻസ് എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഒരു സെൽഫ് പബ്ലിക്കേഷൻ പോലെ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻ്റ് നമുക്കെടുക്കാം. ഓക്കെ, അത് നമുക്ക് പല പ്രിൻറ്റിങ് കടകളും ഓഫ്സെറ്റ് പ്രിൻറ്റേഴ്സൊക്കെ ഉണ്ട്, അവർ പ്രിൻ്റ് എടുത്ത് തരും. പക്ഷേ സെല് ചെയ്യുക വലിയൊരു ചലഞ്ചാണ്. അത് പല റൈറ്റേഴ്സിനും അറിയായിരിക്കും, ജനറൽ പബ്ലിക്കിന് അറിയാൻ ചാൻസ് ഇല്ല. നമുക്ക് ISB എന്ന നമ്പർ വേണം, എങ്കിലേ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നുള്ള ചാനലുകളോട് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് അതിൻ്റെ സോഫ്റ്റ് ലോൺ കഴിഞ്ഞു. ഈ ഒരു വീക്കിൽ തന്നെ ഞാനത് ആമസോണിൽ അവൈലബിൾ ആക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ പേജിലൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്നെ ഇത്രയും കേട്ടതിന് നന്ദി. നിങ്ങൾ എൻ്റെ ബുക്ക് വാങ്ങിക്കുക, വായിക്കുക, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക.